എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് മൈസൂരാണ്. മൈസൂര് ദസറയുടെ ഭാഗമായിട്ട് എക്സിബിഷൻ ഹാളിലെ കാഴ്ചകൾ കാണാൻ വന്നത്. എക്സിബിഷൻ ഹാളിലെ കാഴ്ചകൾ നൈറ്റ് കാഴ്ചകൾ കണ്ടിട്ടില്ല. ആ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. എക്സിബിഷൻ നടക്കുന്ന ഗ്രൗണ്ടിന് മുന്നിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എക്സിബിഷൻ നടക്കുന്ന ഗ്രൗണ്ടിലെ തിരക്ക് കണ്ടോ? എക്സിബിഷൻ നടക്കുന്ന ഗ്രൗണ്ടിലെ തിരക്കല്ല, ഗ്രൗണ്ടിന് പുറത്ത്, അതായത് അകത്തേക്ക് കയറാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ തിരക്കാണ്. ഈ എക്സിബിഷൻ ഹാളിൻ്റെ പകൽ നടക്കുന്ന കാഴ്ചകൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയും നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കാണാം. ഇതിപ്പോൾ നമ്മൾ വന്നത് രാത്രിയത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് വന്നത്. പാലസിൻ്റെ മുന്നിലുള്ള പ്രവേശന കവാടത്തിൻ്റെ രീതിയിൽ തന്നെയാണ് പവലിയൻ്റെ മുന്നിലെ കാഴ്ചകൾ നമുക്ക് കാണുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കൊട്ടാരത്തിൻ്റെ മുന്നിൽ എത്തിയതുപോലെ തന്നെ തോന്നും. അതേ രീതിയിലാണ് അതിൻ്റെ മാതൃക ചെയ്തത്. നമ്മളിപ്പം എക്സിബിഷൻ ഹാളിൻ്റെ അടുത്തേക്ക് വന്നതാണ്. എക്സിബിഷൻ ഹാള് നൈറ്റ് കാഴ്ചകൾ കണ്ടിട്ടില്ല. അപ്പോൾ എക്സിബിഷൻ ഹാളിൻ്റെ നൈറ്റ് കാഴ്ചകൾ കാണാൻ വന്ന. അപ്പോൾ എക്സിബിഷൻ ഹാളിൻ്റെ പുറം ഭാഗത്തേക്കായിട്ട് ഒരുപാട് ലൈറ്റ് ഷോകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ദസറയിലെ ഏറ്റവും മനോഹര കാഴ്ചയാണ് ദസറയോടനുബന്ധിച്ച് നടക്കുന്ന ലൈറ്റിംഗ് ഷോകൾ. അതിലത്തെ പ്രധാന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ പല ഭാഗത്തായിട്ട് കർണാടകയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന രീതിയിലുള്ള രൂപങ്ങളും അതിൻ്റെ പൈതൃകങ്ങളും എല്ലാം രേഖപ്പെടുത്തുന്ന രീതിയിലാണ് ലൈറ്റ് ഷോ ഇവിടെ അണിയിച്ചൊരുക്കിയത്. ഇതിൻ്റെ പല ഭാഗത്തും ഇതുപോലുള്ള ലൈറ്റ് ഷോകൾ നമുക്ക് കാണാം, ഇവിടെയും കാണാം. ഇതെല്ലാം കർണാടക സംസ്ഥാനത്തിൻ്റെ രൂപം, പാലസിൻ്റെ ഭാഗങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള ലൈറ്റ് ഷോകൾ. അത് നല്ല മനോഹര കാഴ്ചയാണ്. നമുക്ക് ദൂരേന്ന് കാണുമ്പം തന്നെ ഗോൾഡൻ കളറിലാണ് ഇവിടുത്തെ ലൈറ്റുകൾ ഷോകൾ മുഴുവൻ കാണിച്ചു വെച്ചിരിക്കുന്നത്. സൈന്യത്തിൻ്റെ വലിയൊരു ടാങ്കിൻ്റെ രൂപം, തൊട്ടപ്പുറത്ത് കർഷകൻ്റെ രൂപം, തൊട്ടപ്പുറയായിട്ട് നമ്മുടെ രാഷ്ട്രപതി അബ്ദുൽ കലാം, പിന്നെ ഒരു CV രാമൻ, പിന്നെ തൊട്ടടുത്ത് തന്നെയായിട്ട് ബഹിരാകാശ നിലയത്തിൻ്റെയൊക്കെ കാഴ്ചകൾ വളരെ ഭംഗിയാണ്. അത് ദൂരേന്ന് തന്നെ നമുക്ക് കാണാൻ. എക്സിബിഷൻ ഹാളിൻ്റെ മുൻവശത്തായിട്ടാണ് ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ആളുകൾ വന്ന് ഇവിടെ നിന്ന് കണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് എക്സിബിഷൻ ഹാളിലേക്ക് പോകുന്നത്. എക്സിബിഷൻ ഹാളിൻ്റെ മുൻവശത്ത് ഒരുക്കിയ ഒരു ഗാർഡൻ്റെ മാതൃകയാണ് കാണുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് അവിടെ ഒരു വാട്ടർ ഫൗണ്ടനും ഒക്കെ ചെയ്ത് നല്ലൊരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇത് കണ്ടോ അങ്ങോട്ട്, ഇത് കണ്ടോ ഒരു മരത്തിൻ്റെ മുൻവശത്തൊക്കെ ആയിട്ട് ഒരുക്കിയ ലൈറ്റുകളെല്ലാം ഇട്ട് ഒരു മരത്തിൻ്റെ ആ പച്ചപ്പല്ല് എടുത്ത് കാണിക്കുന്നുണ്ടോ. ഈ എക്സിബിഷൻ ഹാളിൻ്റെ പകലുള്ള കാഴ്ചകളും ഞാൻ വീഡിയോ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ്. നല്ല മനോഹരമായ കാഴ്ചകളാണ്. 35 രൂപയാണ് ഇതിനകത്ത് കയറുന്നതിനുള്ള ഫീസ്. ഇവിടെ കണ്ടോ ഒരു കൃത്രിമമായ വെള്ളച്ചാട്ടം നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളുണ്ടോ? കർണാടക സംസ്ഥാനത്ത് ദസറയ്ക്ക് എന്നല്ല, നമ്മൾ ഏത് ടൂറിസ്റ്റ് പോയിന്റിൽ പോയാലും നമ്മളോട് മേടിക്കുന്ന പൈസക്ക് ഉള്ള സംവിധാനങ്ങൾ അവരവിടെ ഒരുക്കി വെച്ചിരിക്കും. ഇത് കണ്ടോ, ഇവിടെ ഇത് മുഴുവൻ പ്ലാസ്റ്റിക്കാണ്. പക്ഷേ നമുക്ക് ദൂരേന്ന് കാണുമ്പോൾ പ്ലാസ്റ്റിക്കാണെന്ന് തോന്നൂല. അത്രയും മനോഹരമായാണ് അതിൻ്റെ രൂപകൽപ്പന ചെയ്തു വെച്ചിരുന്നത്. വലിയൊരു പൂക്കളം ഇട്ടതുപോലെ താഴെയും മുകളിലൊക്കെ ആയിട്ടൊരു വലിയ പൂ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇത് ദൂരേക്ക് കാണുമ്പം എല്ലാ ഭാഗത്തും ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച ഷോയാണ് നമുക്ക് കാണുന്നത്. ആളുകൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് മനോഹരമായി അവർ നടന്നു നീങ്ങുന്ന കാഴ്ചകൾ. കൂടുതലും നമുക്കിവിടെ മലയാളികളെ കാണാം. കൂടുതലും മലയാളികളാണ് ഇത് ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നത്. കാരണം കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ നിന്നെല്ലാം, കോഴിക്കോട് ജില്ലയിൽ നിന്നെല്ലാം ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മൈസൂർ. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇത്രയും മലയാളികളെ, പിന്നെ കൂടുതലും മലയാളി കുട്ടികൾ ഇവിടെ പഠിക്കുന്നത്, പിന്നെ അങ്ങനെയൊക്കെ അവരുടെ പാരൻസും ഒക്കെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ടാണ് മലയാളികളെ നമുക്കിവിടെ കൂടുതലായി കാണാൻ പറ്റുന്നത്. പവലിയൻ്റെ ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ നല്ല വാട്ടർ ഫൗണ്ടനൊക്കെ കാണാം. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ നല്ല മനോഹരമായിട്ട് കാണാം. ഇത് പകൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇത്ര ആസ്വദിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു പകലത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇത്ര ആസ്വാദനം കിട്ടുന്നില്ല. പകലത്തെ കാഴ്ചകളേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഇപ്പോൾ രാത്രിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നടന്നാൽ മതി. ഓരോ ഭാഗത്തും ലൈറ്റ് കൊണ്ട് മനോഹരമായ രൂപങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു. ഓരോ ഭാഗത്ത് ലൈറ്റ് കൊണ്ട് തന്നെ ഓരോ ഭാഗം അലങ്കരിച്ചിരിക്കുന്നു. അതേപോലെ നല്ല
പുൽമേടെല്ലാം പിടിപ്പിച്ച് മനോഹരമാക്കി വാട്ടർ ഫൗണ്ടനെല്ലാം ഇടയ്ക്കിടയ്ക്കെല്ലാം വാട്ടർ ഫൗണ്ടനെല്ലാം വെച്ച് നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ദസറയുടെ ഭാഗമായിട്ട് പല ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ഷോകൾ ഉണ്ടാകാറുണ്ട്. ഓരോ ദിവസവും ഓരോ തരത്തിലാണ് ഇവിടെ ഷോകൾ നടക്കുന്നത്. അത് ഓരോ ഗ്രൗണ്ടിലാണ്. അങ്ങനെ മാജിക്കും അതുപോലുള്ള ഒരുപാട് ഷോകളുണ്ട്. മ്യൂസിക് ഉണ്ട്, ഗാനമേളകളുണ്ട്, അതേപോലെ സേനേൻ്റെ പരേഡുകളുണ്ട്. ഇത് കണ്ടോ, ഒരു വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ ഒരു ചെറിയ കൊച്ചുകുട്ടിയാണ്. അവൻ പൊയ്ക്കാലിലാണ് നടക്കുന്നത്. പൊയ്ക്കാലിൽ നടന്ന്, പക്ഷേ അത് പൊയ്ക്കാലാണെന്നൊന്നും മനസ്സിലാവില്ല. വലിയ പാൻറ്റും ഇതൊക്കെ ഇട്ട് നമ്മളെ കഴിഞ്ഞ് ഉയരത്തിൽ നടന്ന് അവൻ എല്ലാവരെയും കണ്ടോ, എല്ലാവരുടെയും അടുത്ത് നിൽക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ അവർ പൈസ കൊടുക്കും. അത് എല്ലാവരും പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൈസ മേടിക്കുന്നുണ്ട്. നല്ല കാഴ്ചയാണ് അത്. എല്ലാവരും ഒരുപാട് പേര് അത് ആസ്വദിച്ച് അവന് പൈസയൊക്കെ കൊടുത്ത് അവൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ഇത് ചെറിയൊരു കുട്ടിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. തൊട്ടടുത്ത് തന്നെയായിട്ട് വലിയൊരു വാട്ടർ ഫൗണ്ടൻ പോലെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചെറിയ കുട്ടികളെയും കൊണ്ട് പോകുന്ന ചെറിയ ബോട്ടുകളും പിന്നെ കൊട്ടവഞ്ചി ഇട്ടിട്ടുണ്ട്. ഒരു കൊട്ടവഞ്ചി ഇട്ടിട്ടുണ്ട്. അതിൽ ആളുകൾ കയറി അതിലിങ്ങനെ അവർ തുഴഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, അതൊക്കെ നല്ലൊരു കാഴ്ചയാണ്. ആ കൊട്ടവഞ്ചിയെ കയറാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാഴ്ചകളാണ്. അതിന് ചുറ്റും മനോഹരമായിട്ട് എന്ന് പറയാൻ ഞാൻ അതിശയോക്തിയൊന്നും ആവില്ല, അത്രയും മനോഹരമായിട്ടാണ് ഒരു ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. അത് പല രീതിയിൽ കണ്ടോ, നല്ല അടിപൊളി ചെറിയ ലൈറ്റുകളാണ്. അത് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നത്. ഭയങ്കര ഭംഗിയാണ്. അത് നമുക്കിവിടെ സൈഡിൽ നിന്നെല്ലാം കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ അതിന് ചുറ്റും നിൽക്കുന്നു. ആ കാഴ്ചയും മനോഹരമാണ്. 35 രൂപ കൊടുത്ത് നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് അത് ഒരു അധികം പൈസയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതേപോലെ കുട്ടികളെയൊക്കെ ആനന്ദിപ്പിക്കുന്ന രീതിയിൽ ലൈറ്റ് കൊണ്ട് തന്നെ വലിയ വന്യമൃഗങ്ങളെയൊക്കെ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, വലിയൊരു ദിനോസറിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് മൊത്തം ലൈറ്റ് കൊണ്ട് അതിനകത്ത് ഇട്ടിട്ട് അത് ഇവിടെ തൊട്ടടുത്തെല്ലാം വലിയ മൃഗങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ലൈറ്റുകളിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം വരെ മുകളിൽ ചെറിയ കുടകളും അതിൽ അലങ്കാര ലൈറ്റുകളും എല്ലാം പിടിപ്പിച്ചിട്ട് ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു വിദേശ രാജ്യത്തൊക്കെ പോയതുപോലുള്ള ഒരു കാഴ്ചകളാണ് ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നത്. അത് നല്ല ഭംഗിയുണ്ട്. അലങ്കരിച്ചത് തന്നെ അത്രയും മനോഹരമായ അലങ്കാരമാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. നല്ല ഇതിലേ നടക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത രീതിയിലുള്ള ഒരു ആസ്വാദനം കിട്ടുന്നുണ്ട്. അതുപോലെ ഒരുപാട് ആളുകളാണ് പവലിയനകത്തേക്ക് കയറുന്നത്. പവലിയനിൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റുകളുണ്ട്. അടുത്ത് തന്നെ ഓരോ ഫുഡുണ്ട്, അതേപോലെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, മാജിക് ഷോകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിനൊക്കെ എക്സ്ട്രാ പൈസകൾ കൊടുക്കണം. നമ്മൾ ഈ പവലിയൻ്റെ അകത്ത് കയറുന്നതിന് മാത്രമാണ് 35 രൂപ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പം നമ്മൾ ഫുഡിന് അതിന് പൈസ കൊടുക്കണം, എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതിന് അതിനൊക്കെ പൈസ കൊടുക്കണം. അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര പൈസയാവും. നമ്മൾ ഇതിനകത്തൊന്ന് കയറി ഇറങ്ങുമ്പോഴത്തേന് തന്നെ ഭയങ്കര പൈസയാവും. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഇതൊരു അടിപൊളി കാഴ്ചയാണ്. ആകാശത്ത് ഇങ്ങനെ എന്താ പറയുക, നല്ല ഇരുട്ട് ഉള്ള സമയത്തെല്ലാം ഈ ലൈറ്റുകൾ എല്ലാം ഒരു പ്രത്യേക രീതിയിലാണ് മുകളിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ചെറിയൊരു കുടയുടെ രൂപത്തിൽ പിടിപ്പിച്ചിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അത് ഇരുട്ട് കൂടെ ആയതുകൊണ്ട് വളരെ നല്ല കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. അത് കുറേ ദൂരത്തിൽ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഒരു കൊട്ടാരത്തിൻ്റെ സെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ കാഴ്ചകളൊന്ന് പോയി കണ്ടിട്ട് വരാം. ദൂരേന്ന് കാണുമ്പോഴേ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നമുക്ക് സെറ്റ് ഇട്ടതാണെന്നൊന്നും ദൂരേന്ന് നോക്കുമ്പോഴോ ഇല്ലേ അടുത്ത് വന്ന് നോക്കുമ്പോഴോ മനസ്സിലാവില്ല. അത്രയും മനോഹരമായാണ് അതിൻ്റെ രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, കൊട്ടാരത്തിലുള്ളതുപോലെ തന്നെ തൂണുകളൊക്കെ. അതിനകത്തേക്ക് നമുക്ക് കയറിപ്പോകാൻ മുന്നിലൊരു കവാടമുണ്ട്. അതും കൊട്ടാരത്തിലുള്ളതുപോലെ തന്നെ, ഇതുപോലെ തന്നെയാണ് കൊട്ടാരത്തിനകത്തെ കാഴ്ചകളും. ഈ കവാടം കടന്ന് നമ്മൾ അകത്തേക്കാണ് ഇപ്പം പോകുന്നത്. നല്ല അടിപൊളി കണ്ടോ, കൊട്ടാരത്തിലുള്ളതുപോലുള്ള തൂണുകളും. നമ്മൾ പെട്ടെന്ന് ഇവിടെ വന്നു കഴിയുമ്പം നമ്മൾ കൊട്ടാരത്തിൻ്റെ അകത്ത് കയറിയ അതേ ഒരു പ്രതീതിയാണ് കിട്ടുന്നത്. ഇതുപോലെ തന്നെയാണ് പാലസിൻ്റെ അകത്തെ മിക്ക സ്ഥലങ്ങളും, തൂണുകളും എല്ലാം ഇതുപോലെ തന്നെയാണ്.
ആ തൂണുകളിലെല്ലാം ഉള്ള ചിത്രപ്പണികൾ അതേപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നല്ലൊരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. കണ്ടോ, ഗോൾഡൻ കളറിൽ അതിൻ്റെ ആ ചിത്രപ്പണികളെല്ലാം. ഇത് കൊട്ടാരത്തിൻ്റെ സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് നല്ല മനോഹരമായിട്ടാണ്. നമ്മൾ മൈസൂർ പാലസിനകത്ത് പോയതുപോലെ തന്നെ അതിൻ്റെ തൂണുകളൊക്കെ നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്ത് നല്ലൊരു കൊട്ടാരത്തിൻ്റെ സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. നല്ല സ്റ്റൈലുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ സീലിങ്, ആ സീലിങ്ങിൽ ചെയ്ത് വെച്ചിരിക്കുന്ന തുണികൾ കൊണ്ട് മാത്രമാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നല്ല അടിപൊളി. അതിൻ്റെ സെൻറ്ററിലൊരു വലിയ ലൈറ്റും എല്ലാം ഇട്ട്, പിന്നെ താഴെ കൊട്ടാരത്തിലുള്ളത് പോലെ തന്നെ ഒരു ഇരിപ്പിടമൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് പാലസിൻ്റെ അകത്തുള്ള ഇരിപ്പിടം. അവിടെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി. ഇതിനകത്ത് വന്ന് കഴിയുമ്പോഴും കാണുന്ന കാഴ്ചകൾ നല്ല ഭംഗിയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ 35 രൂപ കൊടുത്തത് ഒരു നഷ്ടമില്ല എന്ന് തോന്നുന്നത്. പക്ഷെ പകൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇത്രയും ഒരു ഭംഗിയില്ല. രാത്രിയിൽ ലൈറ്റും ഇതിൻ്റെയൊക്കെ പ്രകാശത്തിലാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. നമ്മുടെ ചാനലിൽ ദസറേൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ചുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇത് കണ്ടോ, ഇതിവിടെ പവലിയനിൽ പലവിധ ആക്ടിവിറ്റീസുകളുണ്ട്. ഇതിലൊക്കെ കയറാൻ ജനം ഒഴുകിയതുപോലെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു അടിപൊളി കാഴ്ച കണ്ടോ, നല്ലൊരു റൈഡ് കണ്ടോ. അതിനകത്ത് കയറാൻ ആളുകൾ ക്യൂ നിൽക്കുന്നത്. എക്സിബിഷൻ ഹാളിനകത്ത് ഒരു സൈഡ് ഫുള്ള് ഫുഡാണ്, പിന്നെ മറ്റു സൈഡുകളിൽ പലതരത്തിലുള്ള പിന്നെ ഓർണമെൻറ്റ്സുകളാണ്. അതായത് പിന്നെ ഫാൻസി ഐറ്റംസുകളാണ് ഒരു സൈഡിൽ മുഴുവൻ ഫുഡുകൾ. അതൊക്കെ കണ്ടിങ്ങനെ നടക്കാം. പിന്നെ കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിന് ഒരുപാട് ഫെസിലിറ്റികളുണ്ട്. ഇത് പഴുത്ത പഴമാണ് അവർ പൊരിച്ചെടുക്കുന്നത്. ഇത് പിന്നെ കിഴങ്ങിൻ്റെ ഉണ്ട്, പഴമുണ്ട്, കപ്പയുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള ഐറ്റംസുകൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ട് പിന്നെ പൊരിച്ചു വെക്കുന്നതാണ്. അതൊരുപാട് ആളുകൾ മേടിക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഫുഡ് ഐറ്റംസുകളുള്ള ഒരു സ്ഥലത്തേക്കാണ്. വലിയൊരു പവലിയൻ കെട്ടിയിട്ടത് നമുക്കിവിടെ നിന്ന് കാണാം. ഫുഡ് മേള നടക്കുന്നതാണ്. അത് മെഗാ ഇഡ്ഡലി എന്നും പറഞ്ഞൊരു വലിയ ബോർഡ് വെച്ച്. ഇത് മുഴുവൻ മസാല ദോശകളാണ്. കണ്ടോ, മസാല ദോശ ഉണ്ടാക്കി ലൈവായിട്ട് അന്നേരം ഉണ്ടാക്കി അന്നേരം തന്നെ കൊടുക്കുന്നു. അത് മേടിക്കാൻ ഒരു പട്ടി ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. ബില്ലെടുത്തിട്ട് വരണം, എന്നാലാണ് ഇതെല്ലാം കിട്ടുന്നത്. സെൽഫ് സർവീസാണ്. വലിയ ഇഡ്ഡലി, വലിയ 2 ഇഡ്ഡലിയും പിന്നെ പകുതി പാത്രത്തോളം ചമ്മന്തിയും കോരി കൊടുക്കുന്നുണ്ട്. അതിന് 50 രൂപയാണ് അവർ മേടിക്കുന്നത്. ഇവിടെയുണ്ട് നല്ല ലൈറ്റിൻ്റെ അലങ്കാരങ്ങൾ ചെയ്ത് വെച്ചിട്ട്. നമ്മളിപ്പോൾ ഒരുപാട് സമയമായി ഇതിനകത്ത് കയറിയിട്ട്. 6:30 ആയപ്പോഴത്തേനും ഇതിനകത്തേക്ക് കയറിയതാണ്. ഇപ്പോൾ സമയം ഏകദേശം 8:30 കഴിഞ്ഞു. ഒരുപാട് സമയമായി ഇതിനകത്തുകൂടെ നടക്കുന്നത്. ഒത്തിരി സമയം നടക്കാനുണ്ട്. അതുപോലെ കാഴ്ചകളും കാണാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഫെസിലിറ്റികൾ ഉപയോഗിക്കാം. നമ്മൾ അതിലൊന്നും കയറിയിട്ടില്ല. അതിലെല്ലാം കയറണമെങ്കിൽ ഒരുപാട് സമയം ക്യൂ നിൽക്കണം. അതുകൊണ്ടാണ് അതിലൊന്നും കയറാതെ ഇതിലിങ്ങനെ ചുറ്റി നടന്ന് കാഴ്ചകൾ കണ്ട് നടക്കുന്നത്. എക്സിബിഷൻ ഹാളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിനി പുറത്തേക്ക് പോവാണ്. പുറത്തിനിയുള്ള കാഴ്ചകളും കൂടെ നമുക്ക് വഴിയിലൊക്കെ ഉണ്ട് കാഴ്ചകൾ, അതും കൂടെ നമുക്കൊന്ന് കാണാം. ഇത് കണ്ടോ, ഇവിടെയും മരത്തിൻ്റെയൊക്കെ അടികളിൽ ലൈറ്റുകളെല്ലാം പിടിപ്പിച്ച് ആ പച്ചപ്പും ആ ലൈറ്റിൻ്റെ ഭംഗിയെല്ലാം കൊണ്ട് അത് നല്ല കാഴ്ചകളാണ് നമുക്ക് തരുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ടൗണിലേക്കാണ്. ടൗണിലെ ഓരോ മുക്കും മൂലയും റോഡുകൾ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് പകൽ പോലെ വെട്ടം തെളിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല തിരക്കാണ് റോഡിൽ, നല്ല തിരക്ക്. വാഹന ഗതാഗതവും നല്ല കുരുക്കാണ്. ജനങ്ങളും അതുപോലെ നടക്കുന്നുണ്ട്. അങ്ങ് കാണുന്നത് പാലസിലെ കാഴ്ചകളാണ് കാണുന്നത്. ഇത് കണ്ടോ, പാലസിൻ്റെ ഫ്രണ്ട് മെയിൻ ഗേറ്റാണ് കാണുന്നത്. നമ്മളിനി ഇതിലേ നടന്ന് ആ പാലസിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പാലസിലെ ലൈറ്റിൻ്റെ കാഴ്ചകളും എല്ലാം കാണാം. ഞാൻ പാലസിൻ്റെ മുഴുവൻ ലൈറ്റ് ഷോയും ഉള്ള കാഴ്ചകൾ എടുത്തുള്ള വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ കയറി കാണാം. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പാലസിൻ്റെ മുൻവശത്തുള്ള മെയിൻ ഗേറ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇതാണ് പാലസിൻ്റെ മെയിൻ ഗേറ്റ്. ആ ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓരോ ഭാഗത്തും, ഒരു ഭാഗത്തു നിന്നല്ല എല്ലാ ഭാഗത്തും ഗോൾഡൻ കളറുള്ള ലൈറ്റ്. അതേപോലെ ഓരോ ജംഗ്ഷനിലും ഓരോ സർക്കിളിലും വിവിധ കാഴ്ചകൾ. അത് അവിടെ സർക്കിളിലുള്ള ഓരോ സ്തൂപങ്ങളും അലങ്കരിച്ച
കാഴ്ചകൾ. എല്ലാ റോഡ് എന്നല്ല, മൈസൂരിൻ്റെ ഓരോ ഭാഗത്തേക്ക് പോകുന്ന റോഡുകളും ഇതേപോലെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, എന്ത് ഭംഗിയാണെന്നറിയോ. ലൈറ്റ് കൊണ്ട് തന്നെയാണ് എല്ലാ ഭാഗവും അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അതും കുഞ്ഞു ചെറിയ ലൈറ്റുകളാണ് എല്ലാം പിടിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായ ചിത്രപ്പണികളാണ് ലൈറ്റുകൾ കൊണ്ട് തന്നെ തീർത്തിരിക്കുന്നത്. ഓരോ സർക്കിളിലും ഉണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ സർക്കിളാണ്. കുറച്ചുകൂടെ അപ്പുറത്തേക്ക് വലിയ സർക്കിളുണ്ട്. ആ വലിയ സർക്കിളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാം കാഴ്ചകൾ കാണാം. എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി ഞാൻ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും കാണുക. കാരണം മൈസൂർ പോകാൻ പറ്റാത്തവർ മൈസൂർ ദസറേൻ്റെ വീഡിയോകൾ എങ്കിലും ഒന്ന് കാണുക. മലയാളിയായ നിങ്ങളെല്ലാവരും അടുത്ത വർഷമെങ്കിലും ദസറയ്ക്ക് വരിക. ഈ ദസറേൻ്റെ കാഴ്ചകൾ കാണുക, ആസ്വദിച്ച് നടക്കുക. ഇവിടെ കണ്ട ഓരോ റോഡും, നമ്മൾ വന്ന റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു റോഡാണ്. ഇവിടെയും അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. നല്ല ലൈറ്റ് ഷോ ഉണ്ട്. ആ റോഡിൽ കൂടെ നമുക്കൊന്ന് പോയി അടുത്ത റോഡിലേക്ക് കയറി നമുക്ക് കാഴ്ചകൾ കാണാം. ഇപ്പോൾ നമ്മൾ പോകുന്ന റോഡിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് അതുമെല്ലാം അലങ്കരിച്ച് ലൈറ്റും എല്ലാം തീർത്ത് വെച്ചിരിക്കുന്നത്. മൈസൂർ ദസറയുടെ ജംബോ സഫാരി ഉണ്ട്. അതും നല്ല മനോഹര കാഴ്ചയാണ്. ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 12 മണിയോട് തുടങ്ങി വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ആ ജംബോ സഫാരി അടുത്ത ബന്നി മണ്ഡപം എന്ന് പറയുന്ന ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലുകളിലുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ പോകുന്ന റോഡ് മുഴുവൻ അങ്ങേ അറ്റം വരെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 9 മണിയായി. ഇത് കണ്ടോ, ഒരു സർക്കിളിലെ കാഴ്ചയാണ്. ആ സർക്കിളിൽ ഒരു സൈഡിൽ അലങ്കരിച്ച് വെച്ച് വലിയൊരു പ്രതിമേനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. തൊട്ടടുത്ത് തന്നെ ഇത് കണ്ടോ, ഒരു പുരാണത്തിലെ ഇതും ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര മനോഹരമായാണ്. അത് കൃഷ്ണൻ്റെ തേര് തെളിക്കുന്നതാണ്. ഇതൊരു വലിയ സർക്കിളാണ്. ആ സർക്കിളിലെ കാഴ്ചകളാണ് കാണുന്നത്. ഇത് കണ്ടോ, ജനങ്ങൾ വരുന്നവർ മുഴുവൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ സർക്കിളിൻ്റെ മനോഹര കാഴ്ചയാണ്. ഇത്രയും ഭംഗിയിൽ ഈ സർക്കിൾ ലൈറ്റ് കൊണ്ട് അലങ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വളരെ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മളത് കാണാം. എത്ര ഭംഗിയാണെന്നറിയോ. ഇതെല്ലാം 10 മണിയാകുമ്പോൾ ഓഫ് ചെയ്യും. ഈ ലൈറ്റുകളെല്ലാം, ഈ റോഡിലത്തെ ലൈറ്റുകളും ഈ ലൈറ്റ് ഷോയും എല്ലാം 10 മണി എന്ന് പറയുമ്പോൾ ഓഫ് ചെയ്തിരിക്കും. അത് വർഷങ്ങളായി അങ്ങനെ തന്നെയാണ്. 7 മണിക്ക് ലൈറ്റ് ഇടും, 10 മണിക്ക് ഓഫ് ചെയ്യും. അത് കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അവിടെയുള്ള തൂണുകളെല്ലാം അലങ്കരിച്ച് അതിൻ്റെ സൈഡും പൂക്കളും ചെടികളും എല്ലാം വെച്ച് മനോഹരമാക്കി ഒരു വലിയ സർക്കിളായത്. ഈ സർക്കിളിലെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദസറയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഈ ഭാഗങ്ങളൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല. കാരണം മെയിനായിട്ട് ട്രാഫിക് ബ്ലോക്ക് ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് വാഹനം കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇതിലെയൊന്നും പോയി നമുക്ക് കാഴ്ചകളൊന്നും കാണുക എന്ന് നടക്കില്ല. 2 വീലറിന് വന്നു കഴിഞ്ഞാൽ 2 വീലർ അത്യാവശ്യം നമ്മളിന്ന് വന്ന് ഉപയോഗിച്ചത് അത്യാവശ്യം 2 വീലറിലാണ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ കാഴ്ചകൾ ഈ റോഡിൽ നിന്നൊക്കെ കാണാൻ പറ്റിയത്. പിന്നെ ഇവിടുത്തെ ബസ്സുണ്ട്. ബസ്സിനൊക്കെ കയറിയിട്ട് അത് ഒരു അമ്പാരി എന്ന് പറയുന്ന ഒരു ബസ്സുണ്ട്. ആ ബസ്സിന് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യണം. വളരെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബസ്സിൽ ഡബിൾ ഡക്കർ ബസ്സാണ്. ആ ബസ്സിൽ യാത്ര ചെയ്ത് ഇവിടുത്തെ ലൈറ്റ് ഷോയും കാഴ്ചകളും മുഴുവനായും കാണുവാൻ പറ്റും. ഹായ്, ഞാനങ്ങനെ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാവർക്കും മൈസൂർ ദസറയിലെ രാത്രി കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.